നമസ്കാരം. കലോത്സവ പ്രത്യേക പരിപാടി കലയാട്ടത്തിലേക്ക് സ്വാഗതം. അഞ്ജു, എന്തായാലും ഈ സായം സന്ധ്യയുടെ ഈ നിറവിൽ മൊഞ്ചത്തിമാരുടെ ഇശലുകൾക്കൊപ്പം നിള ഏതാണ്ട് നിറഞ്ഞ് തൂവുകയാണ് അല്ലേ? നിറഞ്ഞ് തൂവുകയാണ്, നിറഞ്ഞു തൂവുക തന്നെയാണ്. സുന്ദരിമാരുടെ ആ സൗന്ദര്യത്തിനൊപ്പം ആ കയ്യടികളും എല്ലാം കൂടിയായി എന്തായാലും ഇവിടെ ഒരു ആഘോഷ തിമിർപ്പ് തന്നെയാണ്. ഈ ഒരു ദിവസത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഏതാണ്ട് 50 ഇനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു സമയം മത്സരങ്ങളാണ് ഇന്ന് ഷെഡ്യൂൾ ചെയ്തിരുന്നത്. പക്ഷേ 20 എണ്ണം മാത്രമാണ് നിലവിൽ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇനിയും ബാക്കി 30 എണ്ണമുണ്ട്. ഇത്തരത്തിൽ ക്രമം തെറ്റിയ ഒരു നിശ്ചയിച്ചിരുന്ന സമയത്ത് നിന്ന് വൈകി തുടങ്ങാനുള്ള മത്സരങ്ങളാണ് ഈ പറഞ്ഞ എത്രയാ? ബാക്കി 30 എണ്ണങ്ങൾ ഇനിയുമുണ്ട്. നന്നായി. അപ്പൊ അത് വീണ്ടും താമസിക്കും. പക്ഷെ ഇതിനുള്ള കാരണം ഒന്നുണ്ട്. അപ്പീലുകളുടെ ഒരു അമിത വരവ് തന്നെയാണ്. ഏതാണ്ട് 2052ഓളം അപ്പീലുകളാണ് ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞത്. അപ്പീലുകൾ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് ഒരു ഭാഗത്ത് ഇങ്ങനെ ഗൗരവമായ ചർച്ചയും ചിന്തയും നടക്കുമ്പോഴാണ് അപ്പീലുകൾ കൂടി ഇങ്ങനെ കുന്നുകൂടി മറിയുന്നത്. എന്തായാലും നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഏതൊക്കെയാ? അതായത് ഒപ്പന, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഇങ്ങനെ വർണ്ണ വിസ്മയം തീർത്ത നിരവധി പരിപാടികളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഒപ്പനയിലേക്ക് തന്നെ പോകാം. ഏത് കുട്ടികളാണ്? ഏത് സ്കൂളിലെ കുട്ടികളാണ്? വയനാട്ടിൽ നിന്ന് ഒരു കൂട്ടം സുന്ദരി കുട്ടികൾ മൊഞ്ചത്തിമാർ നമുക്കൊപ്പമുണ്ട്. വയനാട് WHSSലെ കുട്ടികളാണ്. അവരുടെ ആ കലാപ്രകടനത്തിലേക്ക് കൗതുക സംഭവം കേട്ടവരും അന്ന് കാലമോർത്തു പുണർന്നവരാ ഉണർത്തിടും സുവർഗത്തിൽ നിറൈന്തൊരു സഭയിൽ കതിമായ കിസകളിൽ പായക്കങ്ങൾ നീറവായിരം മംഗളമാകി മംഗളാലദ്രങ്കാണി ആമിന ബീവി മാസിമറിയ മുത്തു സത്താണി സഹബുകൾ മണവിക്ക് മത്തുഹുകൾ പുകന്തേ തുടങ്ങിയ കസസെ പുതുമയാൾ ഒരു സമിത്തത തെളിവേ എളിമേലേറിയ മനകമെങ്കെ ഒളികളിലേറുടെ തളിരാകെ തങ്കമില്ലെന്ന തിങ്കൾ വാനിൽ ചുരുറായ സുഫിയത്തും മൈമുനത്തും സവിതാ സ്തുതി പാടി സുവൈബത്തും കതിർ കത്തി സഭയാ കല്യാണ ഖദീജ ഖുശിയ സവിധത്തിൽ നിറഞ്ഞിത അംലാക്കുകൾ പദമായി. കഴിഞ്ഞോ? ഞാൻ പക്ഷെ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചു. എന്തായാലും കാരണം ഈ ഒപ്പന നമുക്ക് എത്ര കണ്ടാലും മതി വരില്ല. വയനാട് ഏത് സ്കൂളായിരുന്നു? WHSSലെ സുന്ദരികൾ. WHSSലെ കുട്ടികളാണ് നമുക്ക് ഈ ഒപ്പന അവതരിപ്പിച്ചത്. എന്തായാലും ഈ ഒരു നിമിഷത്തിൽ നമുക്ക് പോയിന്റ് നില കൂടി ഒന്ന് നോക്കുന്നത് നന്നാവൂല്ലേ? എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഈ ഒരു നിമിഷത്തിൽ 108 പോയിന്റുമായി പാലക്കാടാണ് ഇപ്പോൾ മുന്നിലുള്ളത്. അത്ര ബഹുദൂരം മുന്നിലൊന്നുമല്ല. 106 പോയിന്റുമായി കോട്ടയം, എന്റെ കോട്ടയം ഉണ്ട് തൊട്ടുപുറകിൽ. ഒപ്പം തൃശ്ശൂരുമുണ്ട് പിന്നാലെ. ആ സെയിം പോയിന്റ് 106 തന്നെയാണ്. ഇത്തരത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം രണ്ടാം ദിവസമാണ്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ കൂടി അത്തരത്തിൽ മത്സരം അതിന്റെ എല്ലാ ചൂടോടും കൂടി മുന്നേറുക തന്നെയാണ്. അതെ, മത്സരം എല്ലാ അർത്ഥത്തിലും മനോഹരമായി തന്നെ മുന്നേറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഈ നമുക്ക് മറ്റ് റിപ്പോർട്ടുകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. കാരണം ഇന്ന് നടന്ന മത്സരത്തിൻ്റെതായ മത്സര ഫലങ്ങളൊക്കെ ഈ കേരള നടനം കണ്ടിരുന്നോ? കേരള നടനം എന്താണെന്ന് അറിയുമോ? ഇല്ല, എന്താ പറ. അത് അതിന് ചില സർഗാത്മകമാണ് കേരള നടനം. ഒപ്പം ചില ശാസ്ത്രീയത കൂടിയുണ്ട്. നമ്മുടെ കഥകളി ആസ്ഥാനമാക്കിയുള്ളതാണ്. മതി നീ ചിരിപ്പിക്കണ്ട. അതായത് ശരിക്കും കേരള നടനം എന്താണെന്നുള്ളത് വിശാലമാണ്. കേരള നടനത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ ടേപ്പ്, അതായത് CD റെക്കോർഡ് ചെയ്തിട്ടാണ് പലപ്പോഴും നമ്മൾ ഈ മത്സരങ്ങൾ നടത്തുന്നപ്പോൾ ഇന്ന് രണ്ടിടത്ത് ടേപ്പ് സ്റ്റക്കായി. അപ്പോൾ കുട്ടികൾക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. അത് സംബന്ധിച്ച ഒരു റിപ്പോർട്ടിലേക്ക്. ഇടുക്കി വണ്ടൻമേട് MES ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി കാവ്യ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലെത്തുന്നത് ആദ്യമായാണ്. റവന്യൂ ജില്ലയിൽ നിന്ന് 1ാം സ്ഥാനവുമായി കണ്ണൂരെത്തിയ കാവ്യയെ കേരള നടനത്തിനിടെ 3 തവണ പാട്ട് ചതിച്ചു, അല്ലെങ്കിൽ CD ചതിച്ചു. CD മാറ്റി നൽകിയിട്ടും 3 തവണ പാട്ട് നിന്നു. ഒരുപാട് പേര് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്നുള്ള പ്രശ്നമാണ്. ഞാൻ 3 CD കൊടുത്തു, 3 എടുക്കുന്നില്ലാതെ വന്നു. അപ്പൊ CDയുടെ ഒരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാവ്യയ്ക്ക് പുറമെ മറ്റു മത്സരാർത്ഥികൾക്കും സമാന അനുഭവമുണ്ടായി. കഥകളിയുടെ ചടുലതയും മോഹിനിയാട്ടത്തിന്റെ ലാസ്യവും ഒത്തുചേർന്ന കേരള നടനം ആസ്വദിക്കാൻ വേദി 2-ൽ നിരവധി പേർ എത്തിയിരുന്നു.
പുരാണ കഥാപാത്രങ്ങളും കഥയുമാണ് കേരള നടനത്തിൽ നിറഞ്ഞു നിന്നത്. ക്യാമറാമാൻ ഷൈജൂത് പിലാത്രയ്ക്കൊപ്പം AK ലതീഷ്. എന്തായാലും കലോത്സവത്തെ സംബന്ധിച്ച് ഈ ചിരികൾക്കപ്പുറം ഗൗരവമായ ചിന്തയുടെ ഒരു വശം കൂടിയുണ്ട് കേരള നടനം. ഞാൻ പറഞ്ഞു വന്ന അത് തന്നെയാണ്. കേരള നടനം തികച്ചും സർഗാത്മകമായ ഒരു നൃത്തമാണ്. അതിന്റെ അടിസ്ഥാനം ശാസ്ത്രീയം തന്നെയാണ്. കഥകളി അടിസ്ഥാനമാക്കിയുള്ള ഒരു കേരള നടനം, അതാണ് ശരിക്കും കേരള നടനം എന്നുള്ളത്. അതെ, ഞാൻ പിന്നെ അതിൻ്റെ ഒരു ഓളത്തിനനുസരിച്ച് അന്നേരം അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും പഴയ ഒരു ഡാൻസർ കൂടിയാണ്, അതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാനും അഞ്ജുവിനറിയാം. പിന്നെ ഇതൊക്കെയാണല്ലോ അതിൻ്റെതായ ഒരു ഇത്. കുച്ചിപ്പുടി മത്സരത്തിൻ്റെ ഒരു റിപ്പോർട്ട് കൂടി നമുക്ക് കാണാം. സ്കൂൾ കലോത്സവത്തിലെ ഗ്ലാമർ ഇനങ്ങളിലൊന്നായ കുച്ചിപ്പുടിക്ക് പ്രധാന വേദിയായ നിള നിറഞ്ഞു കവിഞ്ഞു. പതിവ് വിട്ടുള്ള പരീക്ഷണങ്ങളും ഹയർ സെക്കൻഡറി വിഭാഗം കുച്ചിപ്പുടി വേദിയിൽ കണ്ടു. രാവിലെ 9 മണിയോട് ആരംഭിച്ച മത്സരം സമയത്തിന് തീരാതിരുന്നത് മറ്റു മത്സരങ്ങളും വൈകിപ്പിച്ചു. അപ്പീൽ ഉൾപ്പെടെ 21 പേരാണ് ഹയർ സെക്കൻഡറി ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മാത്രം വേദിയിലെത്തിയത്. ക്യാമറമാൻ ജിബേഷിനൊപ്പം KT സാലിഹ്, കണ്ണൂർ. ഈ വേഷഭൂഷാദികൾ കൊണ്ട് ഏറ്റവും മനോഹരമായ മോഹിനിയാട്ടം. മോഹിനിമാരെ കണ്ടാൽ തന്നെ അറിയാം. ഒരുപക്ഷെ അരുൺ, ഈ ഒരു വേഷവിധാനങ്ങൾക്ക് ചെലവാക്കേണ്ട തുക അത് വളരെ വലുതാണ്. അതുകൊണ്ട് പലരും പല പാവപ്പെട്ട കുടുംബത്തിലെ എന്നാൽ നൃത്തം നന്നായി അഭ്യസിക്കും, നന്നായി കൈകാര്യം ചെയ്യുന്ന കുട്ടികൾക്ക് പോലും ഇത്തരം ഒരു വേദിയിലേക്ക് മുന്നോട്ട് വരിക എന്നുള്ളത് ഭയങ്കര പ്രയാസകരമായ കാര്യമാണ്. ഏതാണ്ട് 1 ലക്ഷത്തോളം അല്ലെ അതിനും അപ്പുറം ചെലവാണ് ഒറ്റ ഒരു മത്സരത്തിന് വേണ്ടി ഒരു കുട്ടി തയ്യാറെടുക്കുമ്പോൾ വരേണ്ടത്. പക്ഷെ അതിനുമപ്പുറം ഇത്തരത്തിൽ വരുന്ന കുട്ടികൾക്ക് പോലും അത്ര മുടക്കുന്ന അത് യാഥാർത്ഥ്യം തന്നെയാണ്. ഡാൻസിന് ഭയങ്കരമായ ചെലവാണ് വരുന്നത്. നമുക്ക് സാധാരണ ഒരു കുടുംബത്തിന് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ്. സംസ്ഥാന തലത്തിലെത്തുന്നതോടെ കിടപ്പാടം പണയത്തിലാവുന്ന അവസ്ഥ മാറുന്നില്ല. ഒരു അധ്യാപികയായിട്ട് കൂടി തന്നെ കൊണ്ടുപോലും അതിന് സാധിക്കുന്നില്ല. ഇടുക്കിയിൽ നിന്നുള്ള മിനി മീനാക്ഷി ടീച്ചർ ഇത് പറയുമ്പോൾ അഭിമാനം കൊണ്ട് പുറത്തു പറയാനാവാത്ത ഒരുപാട് മത്സരക്കടമ്പകളുടെ കടലിരമ്പമുണ്ട് ഉള്ളിൽ. മോഹിനിയാട്ടത്തിന് മാത്രം സ്കൂൾ തലത്തിൽ നിന്നും ജില്ലാ തലത്തിലേക്കും ജില്ലയിൽ നിന്നും സംസ്ഥാന തലത്തിലേക്കും എത്തുമ്പോൾ 1.5 ലക്ഷത്തിലധികം വരും പഠന ചിലവ്. മക്കളുടെ നൃത്തപഠനം എന്ന ആഗ്രഹത്തിന് വിലങ്ങുതടിയാവാനും പറ്റില്ല. ഇതിനിടയിൽ ജില്ലകളിൽ നടക്കുന്ന കോഴ വിവാദം. കോഴ കൊടുക്കാൻ പണം വേണ്ടേ എന്ന മറുചോദ്യം. ഇതിനകത്ത് വരുന്ന ഓരോ കുട്ടികളും അത്രത്തോളം കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടും വരുന്ന കുട്ടികൾക്ക് അവർക്ക് ആരോ ഫസ്റ്റ് കിട്ടേണ്ടത് അർഹമായ കൈകളിലെത്തുമ്പോൾ ഏത് പേരൻറ്റും സന്തോഷമാണ്. നമ്മുടെ കുട്ടി കിട്ടിയില്ലെങ്കിലും ആ കുട്ടിക്ക് കിട്ടി, ആ കുട്ടി അർഹതപ്പെട്ടതാണ് എന്നാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. സാമ്പത്തികമല്ല ഇതിനകത്ത്. ഇത്തവണ മകൾ ജില്ല കടന്നു കിട്ടിയപ്പോൾ മിനി ടീച്ചറുടെ ഏക ആശ്വാസം സർക്കാർ പ്രഖ്യാപനമാണ്. കോഴ ഇല്ലാതാക്കാൻ വിജിലൻസ് അടക്കം സജീവമായെന്ന പ്രഖ്യാപനം. സദസ്സിനെ ആസ്വാദന ലഹരിയിലാഴ്ത്തുമ്പോഴും അണിയറയിൽ ഇത്തരം പരാതികളും പരിഭവങ്ങളും പ്രതീക്ഷകളുമെല്ലാം നിലനിൽക്കുകയാണ്. കമ്പനി വേദിയിൽ കരികിൽ നിന്നും ക്യാമറാമാൻ ഇക്ബാൽ വട്ടംകുളത്തോടൊപ്പം PV ജോഷില. എന്തായാലും ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്ന കേരള നടനത്തെ കുറിച്ചല്ലേ? തീർച്ചയായും അതിന്റെ ആ ഒരു പെർഫോമൻസ് നമുക്കൊന്ന് കണ്ടാലോ. നമ്മുടെ വേദിയിൽ തന്നെ ഒരാൾ എത്തിയിട്ടുണ്ട്. ആലത്തൂരിൽ നിന്നുള്ള അഞ്ജലിയാണ്. അഞ്ജലിയുടെ പെർഫോമൻസിലേക്ക്. യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചു രണാങ്കണം ലങ്ക ശിരസ്സുമുയർത്തി ലോകാന്തര ഭംഗി നുകരും ത്രികൂട ശൈല
പറമ്പിൽ കരിന്തിരി കത്തിച്ച മാതിരി നിന്നിതുഷ ശുക്രതാരകം. ഒരർത്ഥത്തിൽ കഥകളിയിൽ നിന്ന് കൂടി ഊർജ്ജം ഉൾക്കൊണ്ട് വന്ന ഒരു കലാരൂപം. ഒടുവിൽ എന്നെ അംഗീകരിച്ചു അല്ലേ? അല്ല, ഞാൻ അത് അപ്പോൾ പറഞ്ഞില്ലെന്നല്ലോ. മറ്റ് മത്സരങ്ങളിലേക്ക് കൂടി നമുക്ക് എന്തായാലും പോകേണ്ടതുണ്ട്. കാരണം ഇന്ന് ഈ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ചൻ നമ്പ്യാരുടെ സജീവമായ ഓർമ്മ നിലനിൽക്കുന്ന തീർച്ചയായും പൊതുവെ ഓട്ടംതുള്ളലും ആണെങ്കിലും ശീതങ്കൻ തുള്ളലാണെങ്കിലും അത്തരത്തിൽ പെൺകുട്ടികൾ ആ ഒരു കലയിലേക്ക് എത്തപ്പെടുന്ന വളരെയധികമാണ്. എന്നാൽ അതായത് ഓട്ടംതുള്ളൽ, പറയൻതുള്ളൽ, ശീതങ്കൻ തുള്ളൽ, ഇങ്ങനെ 3 വിഭാഗം. ഇതിൽ പറയൻതുള്ളൽ ഒഴിച്ച് ബാക്കി 2 വിഭാഗങ്ങളാണ് ഇതുവരെ കുട്ടികൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പറയൻതുള്ളൽ അവതരിപ്പിക്കാൻ ആ ഒരു ധൈര്യം ആരും കാണിച്ചിരുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ശ്രദ്ധേയം. പക്ഷേ മലപ്പുറം കലോത്സവത്തില് ഒരു ആൺകുട്ടി അതിനുള്ള ധൈര്യം കാണിച്ചു. അന്ന് 1ാം സ്ഥാനം ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയിരുന്നു. ഇപ്പോ ഒരു പെൺകുട്ടി അതിനുള്ള ധൈര്യം കാണിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. സാധാരണ പെൺകുട്ടികൾ ഇത് ചെയ്യില്ല എന്നുള്ളതാണ്. അതിന്റെ വേഷഭൂഷാദികൾ, ദേഹം മുഴുവൻ ഭസ്മം പൂശി, നാഗഭണ കിരീടം ചൂടി, പ്രത്യേക വേഷ അലങ്കാരത്തോടുകൂടി, പതിഞ്ഞ താളത്തോടുകൂടി ചൂടുവയ്ക്കുന്ന പറയൻതുള്ളൽ, അത് ഒരു അർത്ഥത്തിൽ ഭ്രഷ്ട് കൽപ്പിച്ചിരുന്ന, പൊതുവേദികളിൽ ഭ്രഷ്ട് കൽപ്പിച്ചിരുന്ന, അല്ലെങ്കിൽ അങ്ങനെ ധൈര്യം കാണിക്കാതിരുന്ന ഒരു മത്സര ഇനം കൂടിയായിരുന്നു. എന്തായാലും ഇന്ന് ആരായിരുന്നു അത് അവതരിപ്പിച്ചത്? പുനലൂരിൽ നിന്നുള്ള ഒരു കുട്ടിയാണ്. അതെ. ഒറ്റ ചിലമ്പ് വലതുകാലിൽ കെട്ടണം, കെച്ചമണിയും അതേ കാലിൽ തന്നെ. കാരണം മുറിയടന്ത താളത്തിൽ ഒറ്റക്കാലിലാണ് പറയൻതുള്ളൽ നടത്തുന്നത്. ചുവന്ന പട്ടിനു മുകളിൽ കസവു കച്ച വരിഞ്ഞുകെട്ടി ദേഹമാസകലം ഭസ്മം പൂശുന്നതാണ് പറയൻതുള്ളലിന്റെ ചമയം. മുഖത്ത് തേപ്പും മിനുക്കും നിയമത്തിലില്ലെങ്കിലും കലോത്സവ വേദിയിലെത്തുമ്പോൾ കണ്ണെഴുത്തിനു പുറമെ മുഖവും മിനുക്കുന്നു. നാഗഫണ കിരീടം അഥവാ സർപ്പത്തിമുടിയാണ് പറയന്റെ തലയെടുപ്പ്. കലോത്സവ ചരിത്രത്തിൽ ആദ്യമായാണ് പെൺകുട്ടികളുടെ തുള്ളൽ മത്സരത്തിൽ പറയൻ വേദിയിലെത്തുന്നത്. പങ്കെടുത്ത 15 പേരിൽ 14 പേരും ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചപ്പോൾ കൊല്ലം കടക്കൽ GVHSലെ ദേവികയാണ് പറയൻ അവതരിപ്പിച്ചത്. വേടനും പാരിയും ശിവനെ പൂജിക്കുന്ന പുളിന്തി മോക്ഷം കഥയാണ് ദേവിക അവതരിപ്പിച്ചത്. കുഞ്ചൻ നമ്പ്യാരുടെ കാലഘട്ടത്തിൽ അദ്ദേഹം തന്നെ രൂപകൽപ്പന ചെയ്തു കൊടുത്ത ഒരു കലയാണ് പറയൻതുള്ളലും. അത് ശിവന്റെ സങ്കല്പമാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുനലൂർ സ്വദേശി ദൃശ്യ ഗോപിനാഥാണ് ദേവികയുടെ ഗുരു. കലോത്സവ വേദികൾ പെണ്ണിടങ്ങളാകുന്നതിന്റെ സന്തോഷം കൂടിയാണ് ദേവികയുടെ പറയൻതുള്ളൽ. അടിച്ചമർത്തലിൽ നിന്ന് ഒരു മോചനം പറയൻതുള്ളലിനും ആവശ്യമാണ്. ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം വിനിഷ വൃന്ദാവൻ. ഈ കലോത്സവ വിശേഷങ്ങൾ എത്ര കണ്ടാലും മതി വരില്ല. അതിങ്ങനെ കണ്ണിമ വെട്ടാതെ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. പക്ഷേ ചിലപ്പോഴൊക്കെ ഒരു ചെറിയ ഇടവേള നമുക്ക് വേണ്ടി വരും. ഒരു ഇടവേളയിലേക്ക് ഇനി നമുക്ക് കോക്ടെയിൽ ഉണ്ടല്ലോ. 9:30 പീപ്പിൾ TVയിൽ സുരാജ് അവതരിപ്പിക്കുന്ന കോക്ടെയിൽ അല്ല, ഇടയ്ക്ക് അരുൺ അവതരിപ്പിക്കുന്ന കോക്ടെയിൽ അല്ല, മറിച്ച് ഇവിടെ ചൂട് അസഹനീയമാണെന്ന് തന്നെ പറയാം അല്ലേ. ചുട്ടുപൊള്ളുന്ന ചൂടത്ത് അല്പം തണുപ്പൊക്കെ അകത്തേക്ക് ചെല്ലാം. ഇവിടെ പ്രത്യേക ഒരു കണ്ണൂർക്കാരുടെ മാത്രം ഒരു പാനീയമാണ് കോക്ടെയിൽ.
അതിന്റെ രുചി ഒന്ന് അറിഞ്ഞു നോക്കൂ. അതെ, കലോത്സവത്തിന്റെ മധുരം നുണയാനെത്തുന്നവർക്ക് പലതും കരുതി വയ്ക്കുന്നുണ്ട് കണ്ണൂർ. രുചിച്ചു പരിചയിച്ച ജ്യൂസുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഗ്ലാസിൽ വിവിധ ജ്യൂസുകളുടെ രുചിക്കൂട്ടാണ് അതിലൊന്ന്. പറഞ്ഞു വരുന്നത് കണ്ണൂറുകാർ കോക്ടെയിൽ എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന ജ്യൂസിനെ കുറിച്ചാണ്. പപ്പായയും പൂവൻപഴവും ക്യാരറ്റും പാലും അനാറും ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പുമാണ് കോക്ടെയിൽ ഉണ്ടാക്കാൻ ആവശ്യമായ ചേരുവകൾ. ഇതെല്ലാം പ്രത്യേക അളവിൽ ചേർത്തൊരുക്കുമ്പോൾ കോക്ടെയിലിനും രുചിയേറും. ഒരുപാട് ഇഷ്ടമാണ്. അതാണ് ടേസ്റ്റ് വെച്ചാൽ മിക്സ്ഡ് ആയിട്ടുള്ളതായതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. വിവിധ പഴങ്ങൾ ചേരുവകളായി ചേർക്കുന്നതിനാൽ ഒരേ സമയം വിവിധ പഴങ്ങളുടെ ഗുണം ശരീരത്തിന് ലഭിക്കുന്നു എന്നാണ് കോക്ടെയിലിന്റെ സവിശേഷത. വേനലിനെ വെല്ലുന്ന ഈ വറുതിക്കാലത്ത് എത്ര ജ്യൂസ് കുടിച്ചാലും ദാഹം മാറാത്തവരാണ് നമ്മളിൽ ചിലരെങ്കിലും. അങ്ങനെയുള്ളവർക്ക് ഈ കോക്ടെയിൽ പ്രിഫർ ചെയ്യുന്നു. ക്യാമറാമാൻ ജിബേഷിനൊപ്പം വിനിഷ വൃന്ദാവൻ. കോക്ടെയിലിൽ ഒരിടവേള, അല്ല കോക്ടെയിൽ കണ്ടതിന് ശേഷം ഒരിടവേള. നമുക്ക് ഈ ഭക്ഷണശീലങ്ങളെ കുറിച്ച് പൊതുവിൽ ഈ നാട്ടുകാരുടെ എന്നല്ല, ഈ മലബാറിന്റെ ഒരു പ്രത്യേക രീതി എന്തായാലും പറഞ്ഞു വരുമ്പോൾ ഒടുവിൽ ചെന്ന് എത്തുക ഭക്ഷണത്തെ കുറിച്ചായിരിക്കും. പ്രത്യേകിച്ച് കണ്ണൂരിലെത്തിയാൽ തലശ്ശേരി ബിരിയാണിയെ കുറിച്ച് പറയാതെ പോവുക എന്തായാലും സാധ്യമല്ല. ആ കാഴ്ചയിലേക്ക് കലയ്ക്കും സാഹിത്യത്തിനും ഇടതുപക്ഷ രാഷ്ട്രീയത്തിനുമൊപ്പം സ്വന്തമായൊരു ഭക്ഷണ സംസ്കാരവും കണ്ണൂരിലുണ്ട്. മലബാറിലെ പ്രിയപ്പെട്ട ബിരിയാണി സാക്ഷാൽ ദം ബിരിയാണിയുടെ നാട്. ഇതിൽ സ്പെഷ്യൽ കെമിക്കലൊന്നും ചേർക്കുന്നില്ല, കളറില്ല, അജിനോമോട്ടയില്ല, ഒന്നും നാച്ചുറലായിട്ട് മാത്രം ഉണ്ടാക്കുന്നതാണ്. കസ്റ്റമർക്ക് ആണ് അവിടെ ഇരുന്നിട്ട് ഉണ്ടാക്കുന്നത്. കാഴ്ചയിൽ ആർഭാടമൊന്നുമില്ലെങ്കിലും രുചിയിൽ ഉപ്പുലിയാണ്. പുലിയെ അതിന്റെ മടയിൽ കയറി പിടിക്കണമെന്നല്ലേ? അപ്പൊ കണ്ണൂരിലെത്തുന്നവർ മറക്കണ്ട, ഒരു ദം ബിരിയാണി കഴിച്ചേ പോകാവൂ. ക്യാമറാമാൻ ഷൈജു പിലാത്തറക്കൊപ്പം KT സ്വാലിഹ്. കലയാട്ടത്തിലേക്ക് വീണ്ടും സ്വാഗതം. അഞ്ജു, നമുക്ക് എന്തായാലും ഇത്രയും നേരം നമ്മൾ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. വീണ്ടും ഒരു അതിഥിയിലേക്ക് പോയാലോ? ആരാണ് നമുക്കൊപ്പം ഇപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മത്സരിച്ച ഒരു വിദ്യാർത്ഥി, വയലിനിൽ മത്സരിച്ച ശ്യാം ഉണ്ട്, ആലപ്പുഴയിൽ നിന്ന് എത്തിയത്. ശ്യാമിന്റെ പ്രകടനത്തിലേക്ക്. എന്തായാലും വളരെ മനോഹരമായിരിക്കുന്നു. എന്തായാലും മോനെ, ഇത് എത്ര നാളായി പഠിക്കുന്നു? 10 കൊല്ലമായിട്ട്. ഈ അഞ്ജു, ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായത് ഈ തന്ത്രിവാദ്യങ്ങൾ ഏറ്റവും വായിക്കാൻ ബുദ്ധിമുട്ടുള്ളതും എന്നാൽ കേൾക്കാൻ സുഖമുള്ളതും വയലിനല്ലേ. ശ്രുതിമധുരമായ സംഗീതം പൊഴിക്കുന്ന ഒരു ഉപകരണം. വയലിനും എനിക്ക് തോന്നുന്നു ഫ്ലൂട്ടും ആണല്ലേ പഠിക്കാൻ പാടുള്ളത് കൂടുതൽ, അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. ബാക്കിയൊക്കെ സംഗീത ബോധം അത്ര ഇല്ലാത്തവർക്കും പഠിച്ചെടുക്കാൻ കുറച്ചൊക്കെ ശ്രമിച്ചാൽ നടക്കുന്നത്. പക്ഷേ ഉള്ളിൽ സംഗീതമുള്ളവർക്ക് മാത്രം പഠിക്കാൻ കഴിയുന്ന ഒരു ഉപകരണമാണ് വയലിൻ എന്നുള്ളതാണ്. ഇത്രത്തോളം ശ്രവണ മധുരമായ നാദം പൊഴിക്കുന്ന ഒരു ഉപകരണവും വേറെയില്ല. അതായത് ഫ്ലൂട്ടും
ഏതാ? വയലിനും പോലെ അല്ലേ? എത്ര 10 വർഷമായിട്ട് പഠിക്കുന്നുണ്ടോ? നിനക്ക് പിന്നെ ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിക്കാമോ? അതായത് ഇതല്ലാതെ വേദിയിൽ അവതരിപ്പിച്ചല്ലാതെ നിനക്ക് മാത്രമായി ഇഷ്ടമുള്ള ചില സാധനങ്ങളുണ്ട്, അതൊന്ന് വായിക്കാമോ? എന്തെങ്കിലും. പകച്ചു പോയോ? പകച്ചു വന്ന പോലെ അവൻ എന്താ മറ്റേ മിസ്റ്റർ ബട്ട്ലർ അല്ലേ? എങ്ങനെ, ഇഷ്ടപ്പെട്ടോ? പിന്നെ വളരെ മനോഹരമായിരിക്കുന്നു മോനെ. അപ്പോൾ ഒരിടവേള. അങ്ങനെ കലാവസന്തം ഒരു പകലിൽ നിന്ന് അതിൻ്റെ മനോഹരമായൊരു രാത്രിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കലയുടെ രാവാണ് ഇനി പുലരുവോളം. എന്തായാലും ഈ രാവ് ഏറുവോളം മൊഞ്ചത്തിമാരുടെ ഈ ഈശലുകൾ ഈ നിളയിൽ എന്തായാലും നിറഞ്ഞു നിൽക്കുമല്ലേ? അതെ, എന്തായാലും അടുത്ത വിശദമായ പരിപാടി നമുക്ക് 7:30-നാണ്. അതിൽ കൂടുതൽ അതിഥികളുണ്ടാകും, മനോഹരമായ പെർഫോമൻസ് ഉണ്ടാകും. കാണാൻ മറക്കരുത്. കാത്തിരിക്കൂ.